ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാം തിരുവചനം. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവം സ്വീകരിക്കുവിൻ. ഇവിടെ വിനയപൂർവം, ആ വിനയമാണ് സൗമ്യതയുടെ ഒരു പര്യായം തന്നെയാണ് വിനയം. സൗമ്യതയുള്ള വ്യക്തിക്ക് വിനയത്തോടുകൂടി പെരുമാറുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുകയാണ്. അതായത്, ആകയാൽ എല്ലാ അശുദ്ധിയും, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഓരോ മക്കളും ഈ കാലഘട്ടം മുഴുവൻ പലതരത്തിലുള്ള ഏത് മേഖലകളിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാലും കൊള്ളയും തിന്മയും നിറഞ്ഞ, അശുദ്ധി നിറഞ്ഞ ഒരന്തരീക്ഷം, അശുദ്ധി നിറഞ്ഞ ചുറ്റുപാട്, അശുദ്ധി നിറഞ്ഞ ജീവിതാവസ്ഥയിലാണ് ഇന്ന് അനേകം വ്യക്തികൾ ജീവിക്കുന്നത്. അനേകം വ്യക്തികൾ, ഒരാൾ ഞാനും അതിൽപ്പെട്ട ഒരാളാണ്. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ്, വർദ്ധിച്ചു വരുന്ന എല്ലാ തിന്മയും, ഈ കാലഘട്ടത്തിൽ മൊത്തം വർദ്ധിച്ചു വരുന്ന തിന്മയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ പോലും വിറ്റ് പണം സമ്പാദിക്കുവാൻ വേണ്ടിയിട്ട് നെട്ടോട്ടമോടുന്ന ഒരു കാലഘട്ടമായത്. സുവിശേഷം വിറ്റ് പൈസ മേടിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് പോലും പ്രതിഫലം മേടിക്കുവാൻ വേണ്ടിയിട്ട് ഓടുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ അനേകം തിന്മകൾ വെട്ടിപ്പായി, തട്ടിപ്പായി, പിടിച്ചുപറിയായി, ചൂഷണമായി, മറ്റുള്ളവരെ കൊള്ളയടിക്കലായി, ഇങ്ങനെ ഭീഷണിയായി പല മേഖലകളിലും തിന്മ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ കാലഘട്ടത്തിൽ ഈ പറയപ്പെട്ട തിന്മകളെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളിൽ പാകിയിരിക്കുന്നതും, കണ്ടോ, നിങ്ങളിൽ പാകിയിരിക്കുന്നത് മാമോദിസ എന്ന കുദാശയിലൂടെ, സ്ഥൈര്യലേപനം എന്ന കുദാശയിലൂടെ നമ്മളിൽ പാകിയിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവിലൂടെ നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ഈ നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവാണ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുന്നത്. ദൈവം നമുക്ക് കുദാശകളിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് നമുക്ക് കൃപാവരങ്ങൾ ചൊരിയുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിഞ്ഞു തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആനന്ദം കൊണ്ട് നമ്മളെ നിറയ്ക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതുപോലെ തന്നെ സൗമ്യത കൊണ്ട് നമ്മളെ നിറയ്ക്കുന്നത് പരിശുദ്ധാത്മാവാണ്. മറ്റുള്ളവർ തിന്മ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ക്ഷമിക്കുവാനായിട്ടുള്ള കൃപ തരുന്നതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അത് വേറെ സ്ഥലത്തുനിന്ന് കൊണ്ടുവന്ന പരിശുദ്ധാത്മാവല്ല. ഏതെങ്കിലും വ്യക്തികൾ ബക്കറ്റിനകത്തോ അതല്ലെങ്കിൽ കുപ്പിക്കകത്തോ പാഴ്സലായിട്ട് കൊടുക്കുന്ന പരിശുദ്ധാത്മാവല്ല. പിന്നെയോ കുദാശകളിലൂടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവനിൽ കുടികൊള്ളുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് ആത്മാക്കളെ രക്ഷിക്കുവാൻ, നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനം സ്വീകരിക്കുമ്പോഴാണ് പ്രിയ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. പരിശുദ്ധ അമ്മ വചനം സ്വീകരിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവ് എന്നാൽ നിറയപ്പെട്ടത്. ആ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതും ആ വചനം മാംസമായി മാറ്റപ്പെടുന്നതും വിനയം ഉള്ള വ്യക്തികൾക്കാണ് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കണം. കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവം സ്വീകരിക്കുക. വിനയത്തോടുകൂടെ, എളിമയോടെ, സൗമ്യതയോടുകൂടെ നമുക്ക് കർത്താവിൻ്റെ വചനത്തെ സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. അവിടുത്തെ തിരുവചനമനുസരിച്ച് അവിടുത്തെ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ സമൂഹത്തിൽ ഇന്ന് വർദ്ധിച്ചു വരുന്ന സകല തിന്മകളെയും ഉപേക്ഷിച്ച് ഞങ്ങളിൽ പാകിയിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.